ചക്കരമത്തനൊന്ന് ഉണ്ടാക്കിയാലോ? എത്ര പേർക്ക് അറിയാം മത്തൻ കൊണ്ട് ചക്കരമത്തൻ എന്ന് പറഞ്ഞൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എത്ര പേർക്ക് അറിയാം? എത്ര പേരങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് ഇങ്ങനൊരു ചക്കരമത്തൻ ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞാമ്മ ഉണ്ടാക്കി തരാറ്. അപ്പോൾ അതിന് വേറൊരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കട്ടെ. ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. പല രീതിയിലും ഉണ്ടാക്കാം കേട്ടോ. അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കാം. മൺപയറും അതൊക്കെ ഉള്ളവർക്ക് അത് വെച്ചിട്ടുണ്ടാക്കാം. അല്ലാത്തവർക്ക് അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കാം. അങ്ങനെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ അത് വെച്ചിട്ട് നമുക്ക് ചക്കരമത്തൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടി മാത്രമേ കൂട്ടുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നല്ല മൂത്ത നല്ല പഴുത്ത മത്തൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി ഇനി ഇതിന് പാകത്ത് വെള്ളം വെക്കുക കേട്ടോ. അതിൽ കുറച്ചൊരു ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വന്നാൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ കുക്കർ 2 വിസിൽ വന്നു, അത് വെന്തു. ഞാൻ വെള്ളം കളഞ്ഞു, എന്നിട്ട് അത് നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഈ നേരം ഇതാ ഈ സമയം ഞാൻ 5 ചക്കര എടുത്തിട്ട് ഞാൻ അത് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് പാകത്തിന് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അരിപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു അളവ് നോക്കിയിട്ട് നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അരിപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ വളരെ ചെറിയൊരു ബൗളിൽ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാൻ തേങ്ങ നല്ലൊരു പച്ചത്തേങ്ങ ഞാൻ ചിരവിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഓണാക്കി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചക്കരവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് അരിപ്പൊടിയും കൂടി അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോഴേക്കും ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങയും കൂടി അതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം, ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ജസ്റ്റ് ഉപ്പും കൂടി ഇടാം കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രാനിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലെ തന്നെ നല്ല പച്ച തേങ്ങ എടുത്തിട്ട് അത് ചെറിയ പീസാക്കുന്നുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ബദാമും കൂടി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുന്നുണ്ട്. ഇത് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം ഇതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അപ്പോൾ അതിനാണ് കേട്ടോ. അപ്പോൾ മൺപയറൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു.